Hello everyone, welcome back to my channel. It's time to tell the story. A Knight of the Seven Kingdom. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു പ്രീക്വലാണിത്. ഇതിനു മുമ്പ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഇറങ്ങിയിരുന്നു. ബട്ട് എന്തോ അത് കാണാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡ് വെച്ച് തുടങ്ങാം. ഇതൊരു നൈറ്റിന്റെ കഥയാണ്. ആദ്യത്തെ സീനിൽ കാണിക്കുന്നത് ഒരു മലഞ്ചെരുവില് പെരുമഴയത്ത് ഒരു ഉയരമുള്ള ചെറുപ്പക്കാരൻ. അവനൊരു കുഴികുത്താണ്, ശവക്കുഴി. സംഭവം എന്താന്ന് വെച്ചാല് അവൻ എടുത്തു വളർത്തിയ അവന്റെ വളർത്തു പിതാവ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് കുഴിച്ചിടാനുള്ള കുഴിയാണ് ഇപ്പോ ഇവൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ പേരാണ് ഡങ്കൻ. ഇവനാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ. ഇവർ രണ്ടുപേരും ഹെഡ്ജ് നൈറ്റ്സ് ആണ്. ഹെഡ്ജ് നൈറ്റ്സ് എന്നാൽ ഇവർക്ക് പ്രത്യേകിച്ച് യജമാനന്മാരില്ല. ഇവർ ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നവരല്ല. പ്രത്യേകിച്ച് ഒരു അഡ്രസ് ഇല്ലാതെ ദേശാടന കിളികളെ പോലെ ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഒരു യോദ്ധാവിന്റെ ധർമ്മം ടു പ്രൊട്ടക്ട് ദ യങ് ആൻഡ് ഇന്നസെന്റ് അതെപ്പോഴും പാലിക്കുന്നവരാണ് ഇവര്. ഡങ്ക് അവന്റെ ഗുരുവിനെ കുഴിച്ചിട്ടിട്ട് അദ്ദേഹത്തിനോട് പറയാണ്, നിങ്ങൾ ഒരു നല്ല മനുഷ്യനായിരുന്നു സർ. സർ എന്നത് നൈറ്റ്സിനെ വിളിക്കുന്ന ഒരു പ്രത്യേക പേരാണ്. സർ എയർലൻ ഓഫ് പെനിട്രി അതായിരുന്നു പുള്ളിയുടെ പേര്. അദ്ദേഹത്തിന് കുഴിച്ചിട്ട ശേഷം അദ്ദേഹത്തിന്റെ വാളും ആ 3 കുതിരകളുമായിട്ട് ഈ 7 കിങ്ഡത്തിൽ എവിടേക്ക് പോകുന്ന ആലോചിച്ച് നിൽക്കാണ്. അങ്ങനെ അവൻ ആഷ്ഫോർഡ് എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ ടോർണി എന്ന് പറയുന്ന ഒരു ഗെയിം എല്ലാം നടക്കുന്നുണ്ട്. ഈ കുതിരപ്പുറത്ത് 2 ടീമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു തരം ഗെയിമാണത്. അതിൽ ജയിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പൈസയും സമ്മാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അവൻ അവിടേക്ക് പോവാണ്. പോകുന്ന വഴി ഇരുട്ടാവുമ്പോൾ അവൻ ഒരു സത്രത്തിലേക്ക് വിശ്രമിക്കാനായിട്ട് കയറിയാണ്. ഇപ്പോഴാണ് പുതിയൊരു കഥാപാത്രത്തിന് പരിചയപ്പെടാം. ഈ പയ്യനാണ് എഗ്. ഇവൻ ഈ കഥയിലെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ സത്രത്തിലെ ജോലിക്കാരനാണെന്ന് അവൻ പറയാണ്. കുതിരേനെ കൊണ്ടുപോയി കെട്ടിയിടാനായിട്ട് ആ പയ്യനെ ഏൽപ്പിച്ചിട്ട് ഡങ്ക് അതിനകത്തേക്ക് കയറി പോവാണ്. അതിനകത്താണെങ്കിൽ എല്ലാരും ആകെ മദ്യപിച്ച് ബോധമില്ലാതിരിക്കുകയാണ്. അവിടെയുള്ള ഒരു പെണ്ണുമ്പുള്ള അവന് മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നേരം തന്നെ വേറൊരുത്തൻ അവനാകെ കുടിച്ചു പറ്റായിട്ട് ഡങ്കിനെ സ്വപ്നത്തിൽ കണ്ടു. നീ എന്റെ അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വന്നാ ഞാൻ നിന്നെ കൊല്ലൂന്നാണ് അവൻ പറയണത്. എന്നിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഡങ്ക് തിരിച്ച് കുതിരേന്റെ അടുത്തേക്ക് വരുമ്പോ ആ പയ്യനാണെങ്കിൽ ഈ ദേഹത്ത് ധരിക്കുന്ന പടച്ചട്ടയിലാട്ടിട്ട് ഒരു നൈറ്റിനെ പോലെ ആ ഒരു കുതിരയുടെ മേത്തിരുന്ന് കളിക്കുകയാണ്. ഡങ്ക് വന്നിട്ട് നിനക്ക് കളിക്കാനുള്ളതല്ല എന്റെ കുതിരകൾ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പിടിച്ചിറക്കാണ്. എഗ്ഗിനാണെങ്കിൽ ഒരു യോദ്ധാവ് ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. അവനാണെങ്കിൽ ഡങ്കനെ പോലെ തന്നെ ഒരു അനാഥനാണ്. ഡങ്കന്റെ ശിഷ്യനായിട്ട് അവനും കൂടെ കൂട്ടുമെന്ന് ഇവൻ ചോദിക്കാണ്. പക്ഷെ ഡങ്കൻ അതിന് സമ്മതിക്കില്ല. അവനെ കൂട്ടാതെ ഡങ്കൻ ആഷ്ഫോർഡിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ അവൻ ആഷ്ഫോർഡിലേക്ക് എത്താണ്. ആ ഒരു തിരക്ക് പിടിച്ച സിറ്റിയിലെ മനോഹരമായ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ പോവാണ്. അവിടെ ഈ മത്സരം നടക്കുന്ന സ്ഥലമെല്ലാം അവൻ പോയി കാണുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അവൻ പേര് കൊടുക്കാനായിട്ട് ചെല്ലാണ്. അങ്ങനെ ഈ ഒരു ഗെയിം നടത്തുന്ന മാസ്റ്ററുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാളാണെങ്കിൽ ഒരു മൊരടൻ. ഇയാള് ഇവന്റെ മാസ്റ്റർ ആയിട്ടുള്ള സർ എയർലനെ അറിയേയില്ല. ഇവനൊരു നൈറ്റ് ആണെന്ന് ഇയാൾ എങ്ങനെ വിശ്വസിക്കും? അവൻ ഇവന്റെ ആശാൻ ഇവന് കൊടുത്ത ആ ഒരു വാളെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അയാൾ വിശ്വസിക്കില്ല. എയർലന്റെ ശിഷ്യനായിരുന്നു താനെന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ ഇല്ല. സർ എയർലനെ അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോവാ, എങ്കില് ഞാൻ വിശ്വസിക്കാന്ന് പറയാണ്. ഇപ്പൊ ഇവന് വീണ്ടും ഒരു പ്രതീക്ഷ വരാണ്. കാരണം ഇവൻ വരുന്ന വഴിക്ക് മാൻഫ്രെഡ് എന്ന് പറയുന്ന ഒരു യോദ്ധാവിന്റെ കൂടാരവും കണ്ടിരുന്നു. അയാളുടെ അച്ഛന്റെ ഒരു സഹചാരിയായിട്ട് എയർലൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ അവൻ അയാൾ അന്വേഷിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ 2 പെണ്ണുങ്ങൾ പുറത്തിരിക്കുകയാണ്. ഇവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവർ പറയാണ് മാൻഫ്രെഡിനെ ഇപ്പൊ കാണാൻ പറ്റില്ല, അയാൾ മയക്കത്തിലാണ്, പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാനായിട്ട് പറയാണ്. അവരാണെങ്കിൽ ഇവനെ മോശമായ വാക്കുകൾ പറഞ്ഞിട്ട് അപമാനിക്കാണ്. അവനും അവിടുന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് പരിശീലനം നടത്തുന്ന സ്റ്റെഫോൻ ആൻഡ് റെയ്മൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ കാണാണ്. അതിൽ ഒരുത്തനാണെങ്കിൽ ഒരു മൊരടനും മറ്റേത് നേരെ ഓപ്പോസിറ്റ് ഒരു പാവം ചെറുക്കനുമാണ്. അപ്പൊ ഈ മൊരടനാണെങ്കിൽ ഡങ്കിനെ കാണുമ്പോൾ തന്നെ അവനോട് ഏറ്റുമുട്ടാന്നെല്ലാം പറഞ്ഞിട്ട് അവനെ വിളിക്കുകയാണ്. ഡങ്ക് ആണെങ്കിൽ എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഡങ്ക് ഒരു അരുവിയിൽ കുളിച്ചിട്ട് അവന്റെ ഡ്രസ്സ് എല്ലാം അലക്കി സന്ധ്യ ആവുമ്പോ അവന്റെ കുതിരേനെ അവിടെ കെട്ടിയിട്ടിട്ട് തിരിച്ചു വീണ്ടും ആ ഒരു കൂടാരത്തിലേക്ക് അയാൾ അന്വേഷിച്ചു പോവാണ്. അവനവിടെ എത്തുമ്പോ ആ സ്ത്രീ ആണെങ്കിൽ പിന്നെയും അയാളെ കാണാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. ഇന്നേരം അവൻ ആ ഒരു കൂടാരത്തിലേക്ക് ഇടിച്ചു കയറുന്ന സമയത്ത് അവൻ അവർ പറ്റിച്ചതാണെന്ന് അവൻ മനസ്സിലാക്കാണ്. അവൻ ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാനൊരു സഹായമല്ല ചോദിച്ചത്, ഞാൻ പോയിട്ട് നാളെ വരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ആ ഒരു സ്ത്രീ അവനോട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവനൊരു പാവാണെന്ന് അവർക്ക് മനസ്സിലാവാണ്. ഇത്രയും നേരം അവനവര് വെറുതെ കളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പപ്പറ്റ് ഷോ എല്ലാം നടക്കുന്ന ഒരു കൂടാരത്തിലേക്ക് കയറാണ്. അവിടെ അവനൊരു പെൺകുട്ടീനെ കാണാണ്, ടാൻസൽ. ഇവളാണ് നായിക. ആ ഒരു ഷോ എല്ലാം നല്ല രസത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡങ്ക് അവിടെ നിന്ന് ഇറങ്ങുന്ന നേരത്തെ കണ്ടില്ലേ 2 ബ്രദേഴ്സ്, അതിൽ ആ ഒരു പാവം ക്യാരക്ടർ ഉണ്ടല്ലോ റൈമൻ, അവൻ ഡങ്കിന്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് അവനായിട്ട് കമ്പനി ആവാനായിട്ട് നോക്കാണ്. അന്നേരത്ത് അവന്റെ ആ ഒരു ബ്രദർ സ്റ്റെഫൻ അവനൊരു സൈക്കോ ആണെന്നെല്ലാം ഇവന്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവൻ വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ
ഫുഡ് കഴിക്കാനായിട്ട് ഇവനെ മറ്റൊരു ലോർഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ലോർഡ് ലയണൽ ബാരത്തിയോൺ. ഈ സീസണിൽ ഒരു അടിപൊളി ക്യാരക്ടറാണ് പുള്ളി. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ ഡങ്കും പങ്കെടുക്കാണ്. പരിചയമില്ലാത്ത ഡങ്കിന്റെ ഫേസ് കാണുമ്പോൾ ലയണൽ അവനടുത്തേക്ക് വിളിക്കാണ്. ഇവനോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവനൊരു പാവമാണെന്ന് ഈ ഒരു ലോർഡിന് മനസ്സിലാവാണ്. അങ്ങനെ ഡങ്ക് ഈ ഒരു ലയണൽ ബാരത്തിയോണായിട്ട് കമ്പനി ആവാണ്. അവരങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആ ഒരു പാർട്ടി അങ്ങനെ പോവാണ്. ഡങ്കിനും ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഇത്രയും നാള് അവൻ ശ്വാസം മുട്ടിയാണ് ഈ ഒരു ടൗണിൽ നിന്നേരുന്നത്. ഇപ്പൊ ഇവിടെ ഇവന് 2 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടി കഴിഞ്ഞ് പോകുന്ന നേരം ഇവൻ അന്വേഷിച്ച് നടന്ന ആ ഒരു സർ മാൻഫ്രെഡ് അയാൾ ഇവൻ കാണാണ്. പക്ഷെ അയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലാണ് ഇവന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇയാളുടെ അച്ഛന്റെ പരിചാരകനായിട്ട് ഇവന്റെ ആശാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഇവനാണെങ്കിൽ നിന്നോ നിന്റെ ആശാനെയോ ആരും ഞാൻ അറിയില്ല, എന്റെ അച്ഛനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നാട്ടി ഓടിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും അവൻ ഇല്ലാണ്ടായി. അങ്ങനെ അവൻ തിരിച്ച് ആ ഒരു കുതിരകളെല്ലാം കെട്ടിയിരിക്കുന്ന ആ ഒരു മരത്തിന്റെ ചോട്ടിലേക്ക് പോവാണ്. അവിടെയാണ് അവന്റെ രാത്രി താമസമെല്ലാം. അവിടെ എത്തുമ്പോൾ മുമ്പ് ആ ഒരു ലായത്തിൽ കണ്ട ആ ഒരു മൊട്ടയടിച്ച കൊച്ചു പയ്യൻ അവൻ ഇവൻ അന്വേഷിച്ച് വന്നേക്കാണ്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഡങ്ക് ചോദിക്കുമ്പോൾ കള്ളവണ്ടി കയറി വന്നാന്ന് അവൻ പറയാണ്. ഡങ്ക് ആണെങ്കിൽ ഇവനോട് ചൂടായിട്ട് നിന്നെ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറയുന്ന നേരം അവന് പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. കാരണം ഇവന്റെ നാട് അത് ഈ 7 രാജ്യങ്ങളുടെയും തലസ്ഥാനായിട്ടുള്ള കിങ്സ് ലാൻഡിങ്ങിലാണെന്ന് അവൻ പറയാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും. അങ്ങനെ വേറൊരു വഴിയില്ലാന്ന് ഡങ്ക് കാണാണ്. ഇവനാണെങ്കിൽ സ്വന്തമായിട്ട് മീനെല്ലാം പിടിച്ച് അത് ചുട്ടെടുക്കുന്നെല്ലാം ഉണ്ട്. ഡങ്കിനും ഇപ്പൊ ഒരു സഹചാരിയെ ആവശ്യമാണെന്ന് അവന് തോന്നാണ്. അങ്ങനെ നമ്മുടെ മൊട്ടക്കുട്ടനെ അവൻ കൂടെ കൂട്ടാണ്. അങ്ങനെ രണ്ടുപേരും ആകാശമെല്ലാം കണ്ട് ആ ഒരു മരത്തിന്റെ ചൂട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മൊട്ടക്കുട്ടനാണെങ്കിൽ ഇവനോട് ഇങ്ങനെ പെറുപെറുവെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിണ്ടാതെ കിടക്കട ചെക്കാന്ന് പറയുമ്പോൾ അവൻ പറയാണ് ഫോളിംഗ് സ്റ്റാർ, ഒരു വാൽനക്ഷത്രം ഇങ്ങനെ പോകുന്നതായിട്ട് ആകാശത്തിൽ കാണാണ്. അത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഡങ്ക് ചിന്തിക്കാണ് എല്ലാവരും ഇന്നേരം കൂടാരത്തിനകത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക, നമ്മൾ മാത്രമാണ് ഈ ആകാശം കണ്ടിങ്ങനെ കിടക്കുന്നത്. അപ്പോ ഈ വാൽനക്ഷത്രം നമ്മൾ മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. എങ്കിൽ ഈ ഭാഗ്യം നമുക്ക് മാത്രമാണോ? അവിടെ വെച്ച് നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിലെ ആദ്യത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നല്ലൊരു തുടക്കം തന്നെയായിരുന്നു ഇത്. 2ാമത്തെ എപ്പിസോഡ് ഇതിലും രസകരമാണ്. അതുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും അന്നാര സുമനര.